കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ പോയി കണ്ടു. ആ സിനിമ ശരിക്കും റിലീസായത് മെയ് 1-ാം തീയതിയായിരുന്നു. ഞാൻ ആ സിനിമ കണ്ടത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മെയ് 18-ാം തീയതിയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഇത്ര ലേറ്റ് ആകാനുള്ള കാരണം ഞാൻ പറയാം. ഈ സിനിമ റിലീസാകുന്ന സമയത്ത് എൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ കാണണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ആ സിനിമ ഒഡീഷയിൽ റിലീസില്ല. എന്നാൽ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് OTT വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി പ്രശംസിച്ചുകൊണ്ട് ഇടുന്ന വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഹൈപ്പ് ഉണ്ടോ ഈ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് കണ്ടൻറ്റ് ആ സിനിമയിലുണ്ടോ എന്നൊക്കെയുള്ളൊരു ആശ്ചര്യം മനസ്സിലേക്ക് വന്നു. എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞ വീക്ക് വെള്ളിയാഴ്ച ആണെന്ന് തോന്നുന്നു ഇവിടെ പടം റിലീസ് ചെയ്തു. അങ്ങനെ ഞാൻ പോയി കണ്ട സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അഭിഷൻ ജീവനന്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ടറൽ ഡെബ്യൂട്ട് സിനിമയാണ്. ശശികുമാർ, അതുപോലെ തന്നെ മിഥുൻജയ് ശങ്കർ, നമ്മുടെ മറ്റേ സിനിമ ഉണ്ടായിരുന്നല്ലോ, ആവേശ സിനിമയ്ക്കകത്തെ ബേബി മോന്, അതുപോലെ തന്നെ യോഗി ബാബു, MS ഭാസ്കർ, സിമ്രന്, കമലേഷ് എന്ന് പറഞ്ഞൊരു കുഞ്ഞി പയ്യനുണ്ടായിരുന്നു ആ പടത്തിൽ, അതുപോലെ തന്നെ രമേഷ് തിലക്, ഇങ്ങനെ കുറച്ചൊരു ആർട്ടിസ്റ്റുകളൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്ടറും ഈ സിനിമയിൽ ഒരു മെയിൻ റോള് ഒരു റോള് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് ഏതാണ്ട് കഥ മനസ്സിലാകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ട്രെയിലർ വെച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ കണ്ടു തുടങ്ങി തീരുന്ന ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ പടം ഉണ്ടായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. സൂപ്പർബായിട്ട്, വളരെ അധികം എൻ്റർടൈനിങ് ആയിട്ട്, ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മളെ കൊണ്ടുവന്ന്, ഒരുപാട് കണക്ഷൻ നമ്മളിലേക്ക് എത്തിച്ച്, എന്തൊക്കെയോ നമുക്ക് ഒരുപാട് അറിയാവുന്നൊരു ഫാമിലി ആയിട്ട് ആ ഫാമിലിനെ തോന്നുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതാണ് ആ ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവും ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് തോന്നുന്നത്. കാണുന്ന ഓരോ പ്രേക്ഷകനെയും ആ ഫാമിലിയിലെ ഒരു മെമ്പറാക്കി മാറ്റുക, അല്ലെങ്കിൽ ആ ഫാമിലിനെ അറിയാവുന്ന ഫാമിലിയാണ്, നമ്മുടെ വീടിൻ്റെ അയലോക്കത്തുള്ളൊരു ഫാമിലിയാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് ആ ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ശശികുമാറിൻ്റെ സിനിമകൾ ഇപ്പോൾ നല്ല പുള്ളിയുടെ സിനിമകളെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി സിനിമകളാണ്. തീരെ മോശം സിനിമകളൊക്കെ കുറച്ച് നാൾ മുമ്പൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. ആ എടുക്കുന്ന സിനിമകൾ ഗംഭീര രസമുള്ള രീതിയിലുള്ളൊരു സിനിമകളുമായിരിക്കും എടുക്കാറ്. ഇത്രയേറെ നല്ല സിനിമയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. മനസ്സ് നിറയ്ക്കുന്ന ഒരു ശ്രീലങ്കൻ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ശ്രീലങ്കയിൽ നിന്നും വരുന്ന തമിഴ് ആൾക്കാരാണ് ഇവർ. ട്രെയിലറിൽ ഇതെല്ലാം ക്ലീനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവരെങ്ങനെ ഇവിടെ സർവൈവ് ആകാൻ സാധിക്കുന്നുണ്ടോ, പ്രശ്നങ്ങൾ അവർക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഈ സിനിമ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് നർമ്മങ്ങളും ഓരോ ഫാമിലി എലമെൻസും കാര്യങ്ങളും അവരുടെ ഇമോഷൻസും കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചൊരു സൂപ്പർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ ശ്രീലങ്കൻ തമിഴ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് സിനിമ കണക്റ്റായി. ഓരോ സ്ലാങ് ആകട്ടെ, ആ ഡയലോഗ്സ് ആകട്ടെ. കാരണം ഞാൻ ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇമ്രാൻ എന്ന് പറയുന്ന പയ്യൻ, അവൻ ശ്രീലങ്കനായിരുന്നു. അവൻ്റെ ആ ഓം എന്നൊക്കെ പറയേണ്ട ആ ഒരു സംസാര രീതിയുണ്ട്, ഒരു പ്രത്യേക തമിഴാണ് അവർ. അപ്പോൾ അത് എന്നെ കലൈക്കറിങ്ങരെ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക രീതിയാണ് ആ സാധനം. അത് നമുക്ക് കിട്ടൂല അത്, പക്ഷെ അത് സൂപ്പർവായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റെഫറൻസുകൾ വെച്ചിട്ടുണ്ട്, വിജയ റെഫറൻസുകൾ. തളപതിയുടെ റെഫറൻസിൻ്റെ അയ്യരുകളിയാണ് മിക്ക. മറ്റേ TVKയുടെ പാട്ട്, നമ്മുടെ തെറി സിനിമയ്ക്കകത്ത ഡയലോഗ്, പിന്നെ ആൾത്തോട്ട ഭൂപതി യൂത്തിൻ്റെ അകത്തെ ഡാൻസ്, ഇതെല്ലാം അങ്ങനെ തുടങ്ങി കുറേ റെഫറൻസുകൾ ഈ സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തിയേറ്ററുകളിൽ സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫാമിലി സബ്ജക്റ്റുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് എല്ലാവർക്കും പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ തന്നെയാണ്. മിസ്സാക്കരുത്, തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഇനിയിപ്പം 1 മന്ത് അടുത്തായി. ഇനിയിപ്പോൾ OTT ഉടനെ റിലീസാവുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും മിസ്സാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ തരുന്ന ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ കൊള്ളാം, സൂപ്പർ സിനിമ എന്ന് തോന്നുന്ന രീതിയിലേക്ക് നമ്മളെ ഫീലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗംഭീര സിനിമയാണ്. എനിക്കെന്തായാലും നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരു സിനിമയാണ്.
താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.